നിയമപരമായി ഇട്ടുകൊണ്ടിരിക്കുന്നു. പരാതി കൊടുത്തു, അതിന്റെ അന്വേഷണം ആരംഭിച്ചു, ഇന്നലെ തന്നെ ആരംഭിച്ചു. ഇതിപ്പോ വന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഈ പോസ്റ്റുകൾ ആദ്യം വരുന്നത് ഇപ്പോൾ ഇവിടെ തന്നെയുള്ളൊരു ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അവരുടെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ എന്തോ നാടക പ്രവർത്തകൻ അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയുടെ ഫേസ്ബുക്കിൽ നിന്നാണ് വരുന്നത്. പിന്നെ അതിനെ തുടർന്ന് അവരുടെ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നോ യൂത്ത് കോൺഗ്രസ് എന്നോ പല പല പേരുകളിലൊക്കെയുള്ള ഞങ്ങളറിയുന്ന ആളുകൾ, ഈ പ്രദേശത്തുള്ള അറിയുന്ന ആളുകളുടെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ആരോപണമല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ. പിന്നെ ആരോപണമൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസിൻ്റെ നേതൃത്വമൊന്നും ആരും ഇപ്പോൾ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിഷയം ആരോപണമാണെന്ന് പറഞ്ഞിട്ടില്ല. കൃത്യമായ നടപടി എടുക്കേണ്ടി വന്നു. നടപടി എടുക്കാതെ തരമില്ലാത്തൊരവസ്ഥയിലേക്ക് അതിൻ്റെ പ്രവർത്തകർ പോയി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ചില നടപടികൾ എടുത്തു. അവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഈ പരാതി ആദ്യം വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് ഒരു അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എന്നെ ഒരു കരുവാക്കി ഉപയോഗിച്ചു. അതിപ്പോൾ ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവാം. പിന്നെ പറവൂരിൽ നിന്നാണല്ലോ അവരുടെ ഇടയിൽ നിന്നുള്ളൊരു പ്രശ്നം തന്നെ വന്നത്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം നമ്മൾ വരുന്നത് പറവൂരിൽ നിന്ന് തന്നെയാണല്ലോ. അപ്പം ഇനി പറവൂർ തന്നെ ഇത് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കാം, ഒരു കുബുദ്ധിയുടെ ഭാഗമായിട്ടായിരിക്കാം. പറവൂർ MLA അടക്കം ഇതിൽ പങ്കുണ്ടെന്നാണോ പറയുന്നത്? അല്ലാതെ ഇതാരാ? പറവൂരിനെ സംബന്ധിച്ച് പറവൂരിലെ കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് MLA ഓഫീസും അദ്ദേഹവും തന്നെയാണ്. അദ്ദേഹം അറിയാതെ ഒരു ഇച്ഛ പോലും ഇവിടെ അനങ്ങില്ല. അധികാരത്തിലില്ലാത്ത ഒരു പ്രസ്ഥാനത്തിലെ കുറേ ആളുകൾ ഇതുപോലെ തോന്നിവാസം ചെയ്യുമ്പോൾ, സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ, ഇവരങ്ങനെ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കിപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് നേരിടുന്ന ശാരീരിക മാനസിക ആക്രമണങ്ങൾക്കെതിരെ, ആ ക്രൈം ചെയ്യുന്നവർക്കെതിരെ നമുക്ക് നിലവിൽ എന്താണോ നിയമ സാധ്യതയുള്ളത് അത് ഉപയോഗിക്കുക. ഒളിച്ചോടാനൊന്നും പറ്റില്ലല്ലോ. അവരാണല്ലോ ഒളിച്ചോടേണ്ടത്, അവരാ ഈ ക്രൈം ചെയ്യുന്നവരാണ്. ഒരിക്കലും നമ്മളല്ല പിന്തിരിഞ്ഞോടേണ്ടത്. അങ്ങനെ ഒരു ധാരണയും നമ്മുടെ സമൂഹം കൊടുക്കുന്നുണ്ട്.